സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരനായ യഹൂദൻ പഠിക്കാനായിട്ട് ചെന്നു. അവൻ്റെ പേര് റോയ് ഷേമാൻ എന്നാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് ഈ റോയ് ഷേമാൻ. വളരെ ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള ഒരു യഹൂദ സമൂഹത്തിൽപ്പെട്ട ആളാണ് ഈ റോയ് ഷേമാൻ. റോയ് ഷേമാൻ അവൻ വളരെ നന്നായിട്ട് പഠിച്ചു. ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയത് കൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ തീരുമാനിച്ചു ഇവനെ ഇവിടെ പഠിപ്പിക്കാനുള്ളൊരു പ്രൊഫസറാക്കി മാറ്റണമെന്ന്. അങ്ങനെ 29-ാമത്തെ വയസ്സിൽ ഈ പ്രസിദ്ധമായ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ഇവൻ മാറി. ഇവൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആന്തരിക ശൂന്യത. കാരണം അവിടെ പഠനകാലത്ത് തന്നെ അവൻ്റെ വിശ്വാസം അവന് നഷ്ടമായി. യഹൂദ മതത്തിലാണെങ്കിലും ആ യഹൂദ മതപരമായ കാര്യങ്ങളിൽ പോലും വിശ്വസിക്കാനായിട്ട് റോയ് ഷേമാന് കഴിയുന്നില്ല. അങ്ങനെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായി ഈ സഹോദരൻ നടന്നു നീങ്ങുന്ന കാലം. ആന്തരികമായ വലിയ ശൂന്യതയായതുകൊണ്ട് 1-2 പ്രാവശ്യം ഇയാൾ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടേറെ ന്യൂ ഏജ് മുന്നേറ്റങ്ങളുടെ പിറകെ ഈ പ്രൊഫസർ റോയ് ഷേമാൻ എന്ന് പറയുന്ന 28-കാരൻ യാത്ര ചെയ്യാനായിട്ട് ഇടവന്നു. പലതിൻ്റെയും പിറകെ പോയിട്ടും ഇവന് യാതൊരു വിധത്തിലുള്ള സന്തോഷമോ ആനന്ദമോ അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെയുള്ള ഒരു കൊച്ചു തടാകത്തിൻ്റെ സമീപത്ത് ഇവനിങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. അവനിരിക്കുന്ന നേരത്ത് അവൻ്റെ ചിന്ത ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല, എനിക്ക് പഠനമുണ്ട്, എനിക്ക് വലിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ ആന്തരികമായ വലിയ ശൂന്യതയാണ്. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. ഇങ്ങനെ ഇരുന്ന് ഏറെ പ്രാവശ്യം വിഷമിച്ചാണ് ഇയാൾ സ്വന്തം മുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലക്ഷ്യമായി ഈ തടാകത്തിൻ്റെ സമീപത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന നേരത്ത്, ഈ പുഴയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് അഭൗമികമായ ഒരു എക്സ്ട്രാ ഓർഡിനറിയായ ഒരു ദൈവ സാന്നിധ്യം ഈ റോയ് ഷേമാൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ ഒരു ദൈവ സാന്നിധ്യമാണെന്ന് മനസ്സിലായി. പക്ഷേ അതൊരിക്കലും താൻ വിശ്വസിക്കുന്ന യഹൂദ മത പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ദൈവ സാന്നിധ്യമായി അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിനറിയാം, കാരണം ഞാൻ കരുതുന്ന ദൈവം എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ അലക്ഷ്യമായി ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു അഭൗമികമായ ദൈവാനുഭവമായി ഒരിക്കലും ദൈവം കടന്നു വരില്ല. ഇതാണ് ഈ പ്രൊഫസർ ചിന്തിച്ചത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ പുഴയുടെ സമീപത്ത് ചെന്ന്, ഈ തടാകത്തിൻ്റെ സമീപത്ത് ചെന്ന് ഇവൻ പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇതുപോലെ തന്നെയുള്ള ഒരു അഭൗമികമായ ഒരു ദൈവാനുഭവം ഇയാളുടെ അടുത്തേക്ക് കടന്നു വന്നു. ഈ അഭൗമികമായ ദൈവാനുഭവം കടന്നു വന്നപ്പോൾ ഈ റോയ് ഷേമാൻ എന്ന് പറയുന്നുള്ള ഈ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവിടെ മുട്ടുകൾ കുത്തി അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച് ഏതാനും സമയം കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. സമയം കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക്, ഹോസ്റ്റലിലേക്ക് മടങ്ങി വന്നു. ഈ മടങ്ങി വരുന്ന നേരത്തെല്ലാം ഇയാളുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഈ ദൈവ അനുഭവത്തിൽ തെളിഞ്ഞ ഈ ദൈവ സാന്നിധ്യം ഒരുപക്ഷെ കൃഷ്ണനോ മറ്റേതെങ്കിലും ദൈവങ്ങളോ ആണ് എങ്കിൽ ഞാനൊരു ഹൈന്ദവനായിട്ട് ജീവിക്കും. ബുദ്ധനാണ് എങ്കിൽ ഞാനൊരു ബുദ്ധമതക്കാരനായിട്ട് മാറും. ജൈവ മതത്തിലെ ഏതെങ്കിലും ദേവനാണെങ്കിൽ ഞാൻ ജൈന മതത്തിൽ കൂടും. പക്ഷേ അതൊരിക്കലും ക്രിസ്തുവാകരുത്. ഇയാളുടെ മനസ്സിലുള്ള ഏക ആഗ്രഹം അത് മാത്രമാണ്: അത് ക്രിസ്തുവാകരുത്. കാരണം അത് ക്രിസ്തുവായി കഴിഞ്ഞാൽ യഹൂദന് ഒരു വിധത്തിലും അത് സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത് എൻ്റെ അഹങ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്, അതൊരിക്കലും ക്രിസ്തുവാകരുത്. ഇങ്ങനെ പലവട്ടം അദ്ദേഹം ആഗ്രഹിച്ച് കിടന്നുറങ്ങിയ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് സുന്ദരിയായ നീല വസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടി പ്രത്യക്ഷയായി. സ്വപ്നത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷത. നമ്മൾ പറയുന്നത് റീസെൻ്റ് കൺവേർട്ടഡ് ആയ ഒരാളെക്കുറിച്ചല്ല, ഒരു പഠനമോ ശേഷിയോ ഇല്ലാത്ത ഒരാളെക്കുറിച്ചല്ല, വല്ലതും വിളിച്ചു പറയുന്ന ഒരാളെക്കുറിച്ചല്ല, മറിച്ച്
ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഈ നാളുകളിൽ ഷാലോം വേൾഡ് ടെലിവിഷൻ ചാനലിൽ അദ്ദേഹം കാര്യമായ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ റോയ് ഷെർമാൻ, ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ, കൺവേർട്ടഡ് ടു കാത്തലിസിസം എന്ന് പറഞ്ഞുകൊണ്ട്, കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മനുഷ്യൻ ഈ സുന്ദരിയായ പെൺകുട്ടിയെ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ട നേരത്ത് ഇദ്ദേഹത്തിന് ചില കത്തോലിക്കരെ പരിചയമുള്ളതുകൊണ്ട് അവർ വണങ്ങുന്ന, അവർ ആദരിക്കുന്ന മറിയമാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ മറിയത്തോട് ഇവൻ ചോദിച്ചു, നീ ആരാണ്? നീ മറിയം തന്നെയാണോ? അവൾ പറഞ്ഞു, ഞാനാണ്, മറിയമാണ്, ഞാനാണ് യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. നീ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പോർച്ചുഗീസ് ഭാഷയിൽ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ലിപികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ആ ലിപികൾ പകർത്തിയെടുത്തു. പോർച്ചുഗീസ് ഭാഷ അറിയാവുന്ന ഒരു സ്ത്രീ ഇദ്ദേഹത്തിന് അത് ട്രാൻസ്ലേഷൻ നടത്തി കൊടുത്തു. അപ്പോഴാണത് നന്മ നിറഞ്ഞ മറിയമുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലായത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുമായി, ഈ അമ്മയുമായി ഈ പ്രൊഫസർ ഷോമാന് വലിയ ബന്ധമായി. എന്നിട്ട് ആ അമ്മയോട്, ഈ സ്ത്രീയോട് ഈ പ്രൊഫസർ ഓയ്ഷമൻ ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എല്ലാ പ്രാർത്ഥനകളും ഇഷ്ടമാണ്, എനിക്ക് എല്ലാ പ്രാർത്ഥനകളും ഇഷ്ടമാണ്. എന്നാലും അമ്മേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? ആ സമയത്ത് പ്രൊഫസർ ഓയ്ഷമനോട് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇതാണ്: പാപലേശമില്ലാതെ രൂപമെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പാപലേശമില്ലാതെ രൂപമെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. പാപലേശമില്ലാതെ രൂപമെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. ഈ അമ്മയുടെ പ്രാർത്ഥനയോടെ, ഈ അമ്മയുടെ സഹകരണത്തോടെ അദ്ദേഹം ഈശോയെ കണ്ടെത്തി. നാളുകൾ കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷത്തെ ഒരുക്കത്തിന് ശേഷം ഇന്ന് അനുഗ്രഹീത കത്തോലിക്ക പ്രഭാഷകനായി പ്രസിദ്ധമായ ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ റോയ് ഷോമാൻ ലോകത്തിലെങ്ങും സഞ്ചരിക്കുകയാണ്. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ധാരാളം പേര് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നുണ്ടെന്നറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന നിങ്ങൾ ഇന്ന് ഇങ്ങനെ എന്നോടൊപ്പം ഏതാനും സമയം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് പേരുടെ ഉള്ളിൽ ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരു 4 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എന്തിനാണ് നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, സഹോദരങ്ങളെ കേൾക്കുക, കൃപയുള്ള മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കിടെയെങ്കിലും അടുത്ത് ആർക്കെങ്കിലും കുറച്ച് ദൈവകൃപയുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകും, സഹായം തേടിപ്പോകും. ഞാൻ ഓർക്കുന്നു, ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഞാനിവിടെ പറയുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിൽ, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ മുംബൈയിൽ നിന്ന് ഒരു കുടുംബം വന്നു. അവർ വലിയ ബിസിനസ്സുകാരായ കുടുംബസ്ഥരാണ്, ദമ്പതിമാരാണ്. പക്ഷേ അവർക്ക് 14 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് വല്ലാതെ വിഷമമുണ്ട് അവർ. കാരണം അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഒരു വശത്ത് ഒരുപാട് സ്വാധീനമുണ്ട്, പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങളില്ല. വലിയ ഭാരം അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്ത് അവർ വന്നതായി ഞാൻ കേട്ടത്. അവർ വന്നു കഴിഞ്ഞു, ഇവിടെയുള്ള പട്ടത്തച്ഛനെ കണ്ടു, അച്ഛനെ കണ്ട് സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഏതോ വീക്കെൻഡിലുള്ള ധ്യാനം മുഴുവൻ അവർ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ ഉള്ളിൽ കുറേ സന്തോഷമെല്ലാം നിറഞ്ഞ് അവർ ബോംബെയിലേക്ക് മടങ്ങിപ്പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, എന്തോ 10-12 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഇതാ
ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ ഒരു ടെമ്പോ ട്രാവലർ വരികയാണ്. ഈ ടെമ്പോ ട്രാവലർ വരുന്നത് ഇവിടെ ഇരുന്ന് പട്ടത്തച്ഛൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് കേട്ടതാണ്. അച്ഛൻ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ പുള്ളി എന്നെ കറക്റ്റ് ചെയ്തോളും. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ടെമ്പോ ട്രാവലർ വരികയാണ്. ഇപ്പോൾ ടെമ്പോ ട്രാവലർ വരുന്ന നേരത്തെ അച്ഛൻ ആകെപ്പാട് ആവലാതിയായി. അച്ഛൻ ചിന്തിച്ച്, കാരണം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ശബ്ദം എല്ലാം വറ്റി, ഇനി പോയി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഈ സമയത്താണ് ഈ മനുഷ്യർ മുഴുവൻ ഈ ടെമ്പോ ട്രാവലർ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഈ ബോംബെക്കാരാണ് വരുന്നത്. ബോംബെയിൽ നിന്ന് വന്ന ഈ പണ്ട് 12-13 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ ദമ്പതിമാരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. അച്ഛനോട് ചോദിച്ചു, ഞങ്ങളെ ഓർമ്മയുണ്ടോ? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഓർമ്മയില്ല, കാരണം ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, 10-13 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സെല്ലാം തളർന്ന് ആകപ്പാടെ വിഷമിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അച്ഛനിൽ എന്തോ ഒരു ദൈവകൃപയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നിതാ വലിയൊരു സന്തോഷ വാർത്ത അച്ഛനോട് പറയാനുണ്ട്. മക്കളെ വരാൻ പറഞ്ഞു. ടെമ്പോ ട്രാവലിൽ നിന്ന് 1-മനിറങ്ങി, 2-മനിറങ്ങി, 3-മനിറങ്ങി, 4-മനിറങ്ങി, 5-മനിറങ്ങി. കണ്ണ് പട്ടത്തച്ഛൻ്റെ തുറിക്കുന്നുണ്ട്, ആളുകളെ മുഴുവൻ തുറിക്കുന്നുണ്ട്. 7-മനും ഇറങ്ങി. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറഞ്ഞത്. അമ്മയിലുള്ള ദൈവകൃപയുമായി തുലനം ചെയ്യുമ്പോൾ അച്ഛനിലുള്ള ദൈവകൃപ ഒരു ആറ്റത്തിൻ്റെ വലിപ്പമില്ല, ഒരു പൊട്ടിൻ്റെ വലിപ്പമില്ല. സ്ത്രീകൾ നെറ്റിയിൽ വെക്കുന്ന ഒരു പൊട്ടിൻ്റെ വലിപ്പമില്ല. അമ്മ മറിയത്തിൻ്റെ ദൈവകൃപയുമായി തുലനം ചെയ്യുമ്പോൾ ഇവിടെയുള്ള വൈദികരുടെ ദൈവകൃപ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇനി വരിക, എന്നോടൊപ്പം വരിക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ദൂതരിൽ ശ്രേഷ്ഠനായ ഗബ്രിയേൽ വന്നുകൊണ്ടാണ് പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ നിറഞ്ഞവർ, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഒരു ധ്യാനഗുരുവിലും ഫുൾ ഓഫ് ഗ്രേസ് ഇല്ല. എല്ലാവരിലും ഉള്ളതും പാർഷ്യലായ ഗ്രേസ് ആണ്. ഈ പാർഷ്യലായ ഗ്രേസ് ഉള്ള മനുഷ്യരെ കാണാൻ, അവരുടെ പ്രാർത്ഥനാ സഹായം തേടാൻ, അവരുടെ ആശീർവാദം തേടാൻ, അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഓഫ് ഗ്രേസ് ആയ കൃപയുടെ മുഴുവൻ വിതരണക്കാരനെയായ അമ്മ മറിയത്തിലേക്ക് നമ്മൾ എത്രയോ അധികം യാത്ര ചെയ്യണം. കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ. കേൾക്കുക, ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും അകത്തൊലിക്കരോ അമ്മ മറിയത്തെ ആശ്രയിക്കാനും അവളോട് ചേർന്ന് പ്രാർത്ഥിക്കാനുമുള്ള നാണമോ ലജ്ജയോ ഉള്ളവരുണ്ടെങ്കിൽ ചിന്തിക്കുക. സഹോദരങ്ങളെ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നൊരു കാര്യം കൂടിയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. കൃപയുള്ള മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അതാരായിരുന്നാലും, അൽമായനായിരുന്നാലും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആയിരുന്നാലും, വൈദികരായിരുന്നാലും, കൃപ ഒരാളിൽ ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും. ദൂരം യാത്ര ചെയ്ത് നമ്മൾ ചെല്ലും. കൃപ ഒരു ധ്യാന കേന്ദ്രത്തിൽ വർഷിക്കപ്പെടുന്നെന്ന് കണ്ടാൽ നമ്മൾ യാത്ര ചെയ്തു വരും. എന്നാൽ ഒരു ധ്യാന കേന്ദ്രത്തിലും ഒരു സ്ഥലത്തിലും കൃപയുടെ നിറവില്ല. കൃപയുടെ നിറവുള്ളത് ഒരേ ഒരാളിലേ ഉള്ളൂ. ബൈബിള് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി. ദൂതന്മാർ സാധാരണയായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളിൽ ദൂതന്മാർ സാധാരണയായി ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട്. ദാനിയേലേ, ജെറമിയായെ, യേശയ്യായെ, എസക്കിയേലെ, പോളെ, പത്രോസെ, ഇങ്ങനെ പേര് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പേര് പറയാതെ അവളുടെ വിശേഷണം പറഞ്ഞ് ഒരാളെ നമ്മൾ കാണുന്നത്. അത് ലൂക്കാ 1:28 മാത്രമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ചേർന്നൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വലകര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. അമ്മേ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അമലോത്ഭവയായ നാഥേ, ഈ ജെറുസലേം കൺവെൻഷന് 2-ാമത്തെ ദിവസം നിനക്കുള്ള വന്ദനമായി, നിന്നോടുള്ള ആദര സൂചകമായി ദൈവകൃപ നിറഞ്ഞവളെ, കൃപയുടെ വിതരണക്കാരി, ധാരാളം കൃപ നിന്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് വർഷിക്കുക.
നാളുകൾക്ക് മുമ്പ് ക്രൂരനായ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഈ കാലഘട്ടത്തിൽ അന്നത്തെ മാർപ്പാപ്പ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ദൈവകൃപ ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ചും ഡെലിവറൻസിൻ്റെ മിനിസ്ട്രി കാര്യമായി ചെയ്യുന്ന 4 വൈദികരെ ക്രൂരനായ ഹിറ്റ്ലർ പ്രസംഗിക്കുന്ന ആ ഓഡിറ്റോറിയത്തിൻ്റെ 4 ദിക്കിലും വിശുദ്ധ കുരിശുമായി പിടിച്ചിരിക്കാനായി പറഞ്ഞു വിട്ടു. ദൈവകൃപയുള്ള 4 കപ്പൂച്ചിൻ വൈദികരെ മാർപ്പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഹിറ്റ്ലർ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ അവൻ്റെ പ്രഭാഷണം പൂർത്തിയാകാതിരിക്കാൻ, അവൻ്റെ ഈ വയലൻ്റായ ഇടപെടലുകൾ തീർന്നു പോകാൻ, ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ ചെയ്തികളും ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാൻ വേണ്ടി 4 വൈദികരെ ബെനഡിക്റ്റൈൻ ക്രോസുമായി കപ്പൂച്ചിൻ വൈദികരെ പറഞ്ഞു വിട്ടു. ഈ വൈദികരെ പറഞ്ഞു വിട്ടത് ഇങ്ങനെയാണ്: അവർ ചെന്നിരുന്ന് ഹിറ്റ്ലർ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ഇരുന്നു കൊണ്ട് എക്സോർസിസത്തിൻ്റെ പ്രാർത്ഥന നടത്തും, ഭൂതോച്ചാടനത്തിൻ്റെ പ്രാർത്ഥന നടത്തും. ഒരിക്കൽ ഹിറ്റ്ലർ തൻ്റെ ഏറ്റവും ക്രൂരമായ ചെയ്തികൾക്ക് വേണ്ടി നാസി പട്ടാളത്തെ അയക്കുന്നതിനോട് ചേർന്ന് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഏതാണ്ട് 45 മിനിറ്റ് നേരത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇവർ ഇങ്ങനെ ഭൂതോച്ചാടന പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ബോധം കെട്ട് വീണു. ചരിത്രത്തിൽ പറയുന്നത് എങ്ങനെയാണ്: അന്ന് ഹിറ്റ്ലർ ആ പ്രഭാഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ആ സമയത്ത് തന്നെ കൊല ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം ആ പ്രസംഗം കൂടി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ 10,000-കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും ബാലന്മാരും പ്രത്യേകിച്ചും ജർമ്മനിയിൽ വധിക്കപ്പെട്ടേനെ. ദൈവകൃപ കുറച്ചെങ്കിലും ഈ വൈദികരിൽ പ്രവർത്തന നിരതമാണെന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് മാർപ്പാപ്പ ബെനഡിക്റ്റൈൻ ക്രോസുമായി ഈ വൈദികരെ പറഞ്ഞു വിട്ടത്. സഹോദരങ്ങളെ ഓർക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. ഈ വൈദികരിൽ ഒന്നും ദൈവകൃപയുടെ പൂർണ്ണതയില്ല. ഈ വൈദികരിലെല്ലാം ഉള്ളത് അല്പം ദൈവകൃപയാണ്. എന്നാൽ ദൈവകൃപയുടെ പൂർണ്ണതയുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയിലാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ബൈബിള് പറഞ്ഞിട്ടുള്ളത് ഇവളെക്കുറിച്ച് മാത്രമാണ്. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മേ അമ്മേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു സമൂഹത്തിൽ നിറയുന്നത്? രണ്ടാമത്തെ കാരണം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. വചനം എങ്ങനെയാണ്? ദൈവം പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ആൺമകൻ്റെ മേൽ, പുത്രൻ്റെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ട്. സഹോദരങ്ങളെ, പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ടെങ്കിൽ ഈ അവകാശം ഏറ്റവും അധികമുള്ള ഒരമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൺമക്കളുടെ മേൽ അമ്മമാർക്ക് പ്രത്യേകമായ അധികാരമുണ്ട്. ഒരമ്മയുടെ ആശീർവാദം, മകൻ്റെ മേലുള്ള ആശീർവാദം പിൻവലിക്കുക എളുപ്പമല്ല. ബൈബിൾ പറയുകയാണ്, പുത്രന്മാരുടെ മേൽ അമ്മമാർക്ക് അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ള ഏതൊരമ്മയേക്കാളും പരിശുദ്ധയാണ് പരിശുദ്ധ മറിയമെങ്കിൽ ഏറ്റവും പരിശുദ്ധനായ ദൈവസുതനായ പുത്രൻ്റെ മേലുള്ള ഏറ്റവും അധികമുള്ള അവകാശമുള്ളത് പരിശുദ്ധ മറിയത്തിനാണ്. അതുകൊണ്ടാണ് ഈ അമ്മ പറഞ്ഞാൽ അവന് നിഷേധിക്കുക എളുപ്പമല്ല. പുത്രൻ്റെ മേൽ ഇത്രമേൽ അവകാശമുള്ള ഒരമ്മയുണ്ടോ? ഖാനായിൽ അതുകൊണ്ടാണ് അവൾ പറയുമ്പോൾ ചെയ്തത്. ഇതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സെഹിയോൻ മാളികയിൽ അവൾ ഒരുമിച്ച് ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകാശമടക്കുകളെ ഭേദിച്ചിറങ്ങി വരുന്നത് അവൾ നിലവിളിച്ചാൽ കടന്നു വരാതിരിക്കുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ 2-ാമത്തെ ആഗമനത്തിന് വേണ്ടി
തിരുസഭയെ ഒരുക്കാനായി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തെയാണ് എന്ന് കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങൾ ഓർക്കണം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് ആദത്തെയാണ്, പിന്നെയാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവസുതനായ ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്ന നേരത്ത് ദൈവം ഉണ്ടാക്കിയത് ആദ്യം പുതിയ ഹവ്വയായ മറിയത്തെയാണ്. കേൾക്കുക, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദത്തെ, അവൻ്റെ വാരിയലിൽ നിന്ന് ഹവ്വയെ. എന്നാൽ പുതിയ സൃഷ്ടി പുതിയ നിയമത്തിൽ നടത്തുന്ന നേരത്ത് തൻ്റെ ആത്മപ്രാണനായ പ്രിയസുതനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കും മുമ്പേ ആദ്യം ഭൂമിയിൽ ജനിപ്പിച്ചത്, ആദ്യം പാപലേശമില്ലാതെ ജനിക്കാൻ ദൈവം അനുവദിച്ചത് ഹവ്വയെയാണ്. അതുകൊണ്ടാണ് പുതിയ ഹവ്വയാണ് മറിയമെന്ന് പറയുന്നത്. പുതിയ ഹവ്വയെ ആദ്യം ഉണ്ടാക്കി, എന്നിട്ട് പുതിയ ആദമായ ഈശോയെ അവളുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. രണ്ടാമത്തെ കാരണം പുത്രന്റെ മേൽ വലിയ അവകാശം അമ്മയ്ക്കുണ്ട്. പുത്രന്റെ മേൽ ഇത്രമേൽ അവകാശമുള്ള ഒരമ്മ ഈ ഭൂമിയിൽ ഇല്ലാത്തതിനാൽ ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ആകാശം തുറന്ന് അവൻ്റെ ശക്തി നമ്മുടെ മേൽ അയക്കുന്നു. മൂന്നാമത്, യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെയാണ്. പീലാത്തോസ് യേശുവിൻ്റെ മരണശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അവൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്: യൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു. യൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു. പീലാത്തോസാണ് അത് എഴുതി വെക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അവർ എഴുതി വെച്ചു. ഉടനെ തന്നെ രാജാവിനെയാണ് കുരിശിൽ തറച്ചതെങ്കിൽ രാജ്ഞി ആരാണ് എന്ന് പരസ്പരം ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അവൻ രാജാവാണ് എങ്കിൽ രാജ്ഞി ആരാണ്? കേൾക്കുക, ഈശോ രാജാവാണ്, അപ്പോൾ രാജ്ഞി ആരാണ്? രാജ്ഞി ഈശോയുടെ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ മറിയമാണ്. അതെങ്ങനെയാണ് പരിശുദ്ധ മറിയം രാജ്ഞിയായിട്ട് മാറുന്നത്? കേൾക്കുക, പണ്ട് കാലത്ത് രാജ്ഞിമാരുടെ സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നത് അമ്മമാർക്കാണ്. പൗരസ്ത്യ ദേശത്ത്, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഭാഗത്തിലേക്ക് വരാം. പൗരസ്ത്യ ദേശത്ത് ഇതാ അമ്മമാർക്കാണ് രാജ്ഞിയുടെ സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഇതാണ്: പൗരസ്ത്യ ദേശത്തെ രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഉദാഹരണം, 1 രാജാക്കന്മാരുടെ പുസ്തകം 11-3 സോളമന് ഏതാണ്ട് 700-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഏതാണ് ഒറിജിനൽ ഭാര്യ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറിജിനൽ രാജ്ഞി ആരാണ് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്, ആരുടെ പുത്രൻ ഈ രാജാവിൻ്റെ പിൻഗാമിയാകും എന്നുള്ളത് തീരുമാനിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ 2 പ്രശ്നത്തെയും നേരിടാൻ വേണ്ടി പൗരസ്ത്യ ദേശത്ത് അവരെടുത്ത തീരുമാനം എങ്ങനെയാണ്? രാജ്ഞിയുടെ സ്ഥാനം എന്നും അമ്മയ്ക്കായിരിക്കും. നിങ്ങൾ ഓർക്കണം, മലയാളക്കരയിൽ ഈ സമീപകാലത്ത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ആ സിനിമയുടെ പേര് രാജമാത എന്നാണെന്ന്. ഈ രാജമാത എന്ന് പറയുന്ന സിനിമ രൂപപ്പെടുത്തിയത് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ്. രാജാവിൻ്റെ രാജ്ഞി എന്ന് പറയുന്നത് അമ്മയാണ്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രധാനപ്പെട്ട ദൗത്യമാണ് ഈ അമ്മയ്ക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ദൗത്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ പറയും. ഒന്നാമത്തെ ദൗത്യം ഇതാണ്: ഭരണകാര്യങ്ങൾ മുഴുവൻ രാജാവിനെ ഉപദേശിക്കുന്നത് അമ്മയാണ്. ഭരണകാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിക്കാനുള്ള ദൗത്യം ഈ രാജമാതയായ അമ്മ രാജ്ഞിക്കാണ്. രണ്ടാമത്, രാജാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാനുള്ള ദൗത്യവും ഉള്ളത് ഈ അമ്മയ്ക്കാണ്. സഹോദരങ്ങളെ കേൾക്കുക, രാജമാതയാണ് പരിശുദ്ധ മറിയമെങ്കിൽ, രാജാതിരാജനാണ് കുരിശിൽ കിടക്കുന്നതെങ്കിൽ, രാജ്ഞിയായി അന്ന് കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നു.
അവൾ രാജ്ഞിയാണ് എങ്കിൽ, അവൾ അമലോത്ഭവ രാജ്ഞിയാണ് എങ്കിൽ, ഈ ദിവസം അമലോത്ഭവ രാജ്ഞിയായ അവളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രാജാതിരാജനായ കർത്താവ് അത് കേൾക്കാതിരിക്കുമോ? കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് അവൾക്കുള്ളത്. ഒന്ന്, ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശിക്കും. 2, രാജാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കും. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കില്ലാതെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: അമ്മേ, അമ്മേ, അമ്മേ എന്ന് വിളിക്കണമെന്ന്. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. പ്രിയപ്പെട്ട അമ്മമാരെ, സംസാരിക്കാൻ പാകമെത്താത്ത, പ്രായമെത്താത്ത ഒരു കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കണ നേരത്ത് കൊച്ചിൻ്റെ ആവശ്യം അമ്മമാരായ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ സൈക്കോളജി പഠിച്ചവരൊന്നും അല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലാകുന്നത്? അതായത് മുലകുടി കഴിഞ്ഞ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ആ പ്രായമുള്ള ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് കരയുന്ന നേരത്ത് കൊച്ചിന് വയറുവേദനയാണോ, കൊച്ചിന് ഭക്ഷണം ആവശ്യമുള്ളത് കൊണ്ടാണോ, കൊച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണ് ഈ കൊച്ച് കരയുന്നത് എന്ന് കൃത്യമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്ക് മനസ്സിലാകാറുണ്ടല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞേ. ഇപ്പം കേൾക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ കേട്ടുകൊള്ളാം. നിങ്ങൾ മനഃശാസ്ത്രം പഠിച്ചവരാണോ? എങ്ങനെയാണത് മനസ്സിലാകുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഒരു കൊച്ചിനെ കുറിച്ചുള്ള, കൊച്ചു കരയുന്ന നേരത്ത് എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞ് കരയുന്നത് എന്ന് പെറ്റ തള്ളയ്ക്ക്, പെറ്റമ്മയ്ക്ക് അറിയാമെങ്കിൽ, നമ്മൾ അമ്മേ, അമ്മേ എന്ന് വിളിക്കുന്ന നേരത്ത് എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, അമ്മേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണ നേരത്ത് ഈ അമ്മയ്ക്ക് മനസ്സിലാകും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന്.